പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിലെ പ്രവർത്തനങ്ങൾ, അത് ഏതാനും പ്രവർത്തനങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയെല്ലാം പരിചയപ്പെട്ടു. കൂട്ടുകാരെല്ലാം വളരെ ഭംഗിയായി വൃത്തിയായി ആ പ്രവർത്തനങ്ങളൊക്കെ വർക്ക്ഷീറ്റിൽ ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് യൂണിറ്റ് 2 പഠേം പഠേം എന്ന യൂണിറ്റിലെ രംഗ് ബിരങ്കി ഛത്തരി എന്ന പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം നമുക്ക് ആദ്യമായി പരിശോധിക്കാം. ഇവിടെ ഒരു ഛത്തരി കി തസ്വീർ ഹെ. തസ്വീർ എന്ന് പറഞ്ഞാൽ ചിത്രമുണ്ട് അല്ലേ? വളരെ മനോഹരമായ ഒരു കുടയുടെ ചിത്രമൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിലൊക്കെ വരച്ചിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഒരു കുട ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം തന്നിട്ട് ഈ ചിത്രത്തിന് നിറം കൊടുക്കാനുള്ള വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഇവിടെ 1 2 3 4 5 കള്ളികളുണ്ട് ഇവിടെ ഈ കുടയിലല്ല. ഇവിടെ 5 നിറങ്ങളുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള നിറം നോക്കിയിട്ട് ഇവിടെ കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൽ കാല രംഗ്, കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, BLACK ബ്ലാക്ക്. ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നീല എന്ന് പറഞ്ഞാൽ ബ്ലൂ അല്ലേ? നീല. ഹര ഗ്രീന്, പീല യെല്ലോ മഞ്ഞ, ലാല് റെഡ് ചുവപ്പ്. ഈ 5 നിറങ്ങൾ ഇവിടെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 5 നിറങ്ങൾ ഇവ ഓരോന്നിലും കൊടുക്കുക. അതിന് പുറമെ ഈ കാലിനും മുകളിലുള്ളതിനും നിങ്ങൾ ഇഷ്ടമുള്ള ഒരു കളറ് കൊടുക്കുക. എന്നിട്ട് ഇഷാരേക്ക് മദദ് സെ അപ്നി ഛത്തരി കെ ബാരെ മേ ജുംലെ ലിഖിയേ. ഈ സൂചകങ്ങളുടെ സഹായത്തോടു കൂടി കുറച്ച് വാചകങ്ങൾ എഴുതാനാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ ഈ വാചകങ്ങൾ എഴുതാവുന്നതാണ്. മേരി എൻ്റെ, പ്യാരി പ്രിയപ്പെട്ട, രംഗ് ബിരങ്കി എന്ന് പറഞ്ഞാൽ പിന്നെ പല നിറത്തിലുള്ള, നാം എന്ന് പറഞ്ഞാൽ പേര്, ഖൂബ്സൂറത്ത് ഭംഗിയുള്ള, നെയ് എന്ന് പറഞ്ഞാൽ പുതിയ, അച്ചി എന്ന് പറഞ്ഞാൽ നല്ല. ഇനി ഈ ഇഷാരകൾ, ഞാൻ വായിച്ച ഈ ഇഷാരകൾ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ സെൻറ്റൻസ് എഴുതണം. മേരി എന്നതാണ് ഒന്നാമത്തേത്. അപ്പോൾ മേരി ഉപയോഗിച്ചിട്ട് എ മേരി ഛത്തരി ഹെ. ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം എളുപ്പത്തിൽ ചെയ്യാം. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഈ വായിച്ച ഇഷാരകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മേരി എടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുത്തു, എ മേരി ഛത്തരി ഹെ. ഇനി എ മേരി, ഇത് എൻ്റെ എന്നതാണ് അർത്ഥം. എ മേരി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഡാഷ് ഛത്തരി ഹെ. ഇനി നമുക്ക് എഴുതാനുള്ളത് ഈ പ്യാരി എന്നുള്ളതാണ് അല്ലേ? ഈ പ്യാരി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട, ഇത് എൻ്റെ പ്രിയപ്പെട്ട കുടയാകുന്നു. അപ്പം എന്ത് ചെയ്യണം? ഈ പ്യാരി എന്നുള്ളത് ഇതിൻ്റെ നടുവൊക്കെ ഇവിടെ കൊടുന്ന് വെക്കുക. അപ്പം എന്ത് വായിക്കും? എ മേരി പ്യാരി ഛത്തരി ഹെ, ഇത് എൻ്റെ പ്രിയപ്പെട്ട കുടയാകുന്നു. റെഡി ആയില്ലേ? ഇനി അടുത്തതും എ മേരി, ഇത് എൻ്റെ രംഗ് ബിരങ്കി ഛത്തരി ഹെ. അപ്പോൾ ഈ ഡാഷിൽ കൊടുത്ത് നമ്മൾ രംഗ് ബിരങ്കി കൊടുത്ത്, ये मेरी छतरी है, ये मेरी प्यारी छतरी है, ये मेरी रंग बिरंगी छतरी है. ഇനി അടുത്ത സൂചന നാം എന്നതാണ്, പേര് എന്നുള്ളതാണ്. അപ്പോൾ ഏ മേരി നാം ഛത്തരി ഹെ എന്ന് എഴുതാൻ പറ്റില്ല. ഛത്തരി പർ മേരാ നാം ലിഖാ ഹെ. ഛത്തരി പർ, ഛത്തരിക്ക് മുകളിൽ, അതാ കൊടമൽ, മേരാ നാം ലിഖാ ഹെ, എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? ഛത്തരി പർ മേരാ നാം ലിഖാ ഹെ. നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്, വളരെ സിമ്പിളാണ്. മേരി ഛത്തരി എങ്ങനെയുള്ളതാണ്? മേരി ഛത്തരി ഖൂബ്സൂരത്ത് ഹെ, മേരി ഛത്തരി ഖൂബ്സൂരത്ത് ഹെ. നെയ് എന്നതാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ നെയ് എടുത്തിട്ട് യേ മേരി നെയ് ഛത്തരി ഹെ, യേ മേരി നെയ് ഛത്തരി ഹെ. അടുത്തതോ അച്ചി എന്നുള്ളതാണ്. അപ്പോൾ യേ മേരി അച്ചി, മേരി ഛത്തരി അച്ചി ഹെ, മേരി ഛത്തരി അച്ചി ഹെ. യേ മേരി അച്ചി ഛത്തരി ഹെ എന്നും എഴുതാം കേട്ടോ. ഞാൻ വേറെ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതി? യേ മേരി ഛത്തരി ഹെ, ഇത് എൻ്റെ കുടയാണ്. യേ മേരി പ്യാരി ഛത്തരി ഹെ, എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട കുടയാണ്. യേ മേരി രംഗ് ബിരങ്കി ഛത്തരി ഹെ, പല നിറത്തിലുള്ള എൻ്റെ കുടയാണ്. ഛത്തരി പർ മേരാ നാം ലിഖാ ഹെ, ഛത്തരി മുകളിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. മേരി ഛത്തരി ഖൂബ്സൂരത്ത് ഹെ, എൻ്റെ ഛത്തരി മനോഹരമായ കുടയാണ്. യേ മേരി നെയ് ഛത്തരി ഹെ, ഇത് എൻ്റെ
പുതിയ കുടയാണ്. ഏ മേരി അച്ചി ഛത്തരി, മേരി ഛത്തരി അച്ചി ഹേ, എൻ്റെ കുട നല്ല കുടയാകുന്നു. സിമ്പിളായിട്ട് എല്ലാവരും എഴുതിയെടുത്തല്ലോ. ഇത് വളരെ പെട്ടെന്ന് ഒന്ന് പോസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോയാലോ? പോട്ടെ. യെസ്, നമ്മൾ അടുത്ത പ്രവർത്തനം രംഗി ബിരംഗി ഛത്തരി എന്നതിൽ തന്നെയുള്ള മറ്റൊരു പ്രവർത്തനം. നസം ഗൗർ സെ പഠിയെ ബാരിഷ് കെ ബാരെ മേ ജുംല ലിഖിയെ, കവിത വായിച്ചിട്ട് മഴയെക്കുറിച്ച് വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, സെൻറ്റൻസ് എഴുതാനാണ്. റിം ഝിം ബറസ് രഹാ ഹെ, ചം ഛം ബറസ് രഹാ ഹെ, जोर से बादल बरस रहा है, हर सौ पानी बरस रहा है, खेत में पानी बरस रहा है, आंगन में भी बरस रहा है, ചിന്നു ആവോ മിന്നു ആവോ രംഗി ബിരംഗി ഛത്തരിയിലാവോ. അല്ലേ, ഇത് മഴയെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് നോക്കിയിട്ട് ഈ പാട്ടിനെന്ത് ചെയ്യണം? നമ്മൾ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് സെൻറ്റൻസ് എഴുതണം. അപ്പോൾ ഒന്നാമത്തെ വരി റിംചിം ബറസ് രഹാഹെ എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തിനെ കുറിച്ചുള്ളതാണ്? ബാരിഷിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാരിഷ് എന്നത് എല്ലാ സെൻറ്റൻസിൻ്റെയും ആദ്യം എഴുതാം. പിന്നെ ഇതിലുള്ളൊക്കെ അവസാനിക്കുന്നൊക്കെ ബറസ് രഹാഹെ ബറസ് രഹാഹെ ബറസ് രഹാഹെ ബറസ് രഹാഹെ അല്ലേ, ബറസ് രഹാഹെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ബറസ്താഹെ അല്ലെങ്കിൽ ബറസ്തീഹെ, ബാരിഷ് എന്നായതുകൊണ്ട് എഴുതേണ്ടത് ബറസ്തീഹെ എന്നാണ്. ഇവിടെ ചെറിയൊരു തെറ്റുണ്ട്. ബറസ്താഹെ എന്നല്ല എഴുതേണ്ടത്, ബറസ്തീഹെ എന്നാണ് എഴുതുക. ബാരിഷിന് പകരം നമ്മൾ പാനിയാണ് എഴുതുന്നതെങ്കിൽ ബറസ്താഹെ എന്നാണ് എഴുതുക. ഇവിടെ ബാരിഷ് ആയതുകൊണ്ട് ഇവിടെ ബറസ്തീഹെ എന്നാണ് വേണ്ടത് കേട്ടോ. ബാരിഷ് റിംചിം ബറസ്തീഹെ എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ബാരിഷ് റിംചിം ബറസ്തീഹെ. ഇനി ഞാനിവിടെ ചെയ്തിട്ടുള്ളത്, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇഷാരയൊന്നും കൊടുത്തിട്ടില്ല അല്ലേ, ഇവിടെ ഇഷാരയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെയ്തത് ഇതിലുള്ള ഈ വരികൾ ഓരോന്നിൻ്റെയും ഓരോ വരികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷാരയായിട്ടുണ്ട്. ഹർസോ എന്നതിൻ്റെ അർത്ഥം എല്ലാ ഭാഗത്തു നിന്നാണ്. ഹർസോ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നാണ്. അവിടെ അതിന് പകരം ഹർ തറഫ് എന്നും എഴുതാം, ഹർ തറഫ്. അപ്പോൾ അതാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. ബാക്കി ഖേത്ത് മേം, ആങ്കൻ മേം, സോർ സേ, ചിം എന്നുള്ളതൊക്കെയാണ് ഞാൻ എന്തെഴുതിയിട്ടുള്ളത്? ഇഷാരകളായിട്ട് ഞാൻ തൽക്കാലം എഴുതിയിട്ടുള്ളത്. ആ ഇഷാരകൾ എഴുതി വെച്ചാൽ ഇനിയൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതങ്ങ് യോജിച്ച രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് കൊടുക്കുക. ഇവിടെ ബാരിഷ് ആയതുകൊണ്ട് ഇവിടെ ബറസ്തീഹെ എന്നാണ് വരിക. ബാരിഷിന് പകരം പാനി എന്നാണെങ്കിൽ ബറസ്താഹെ എന്നാണ് വരിക. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ബാരിഷ് എന്നുള്ളത് സ്ത്രീലിംഗത്തിലായിട്ടും പാനി എന്നത് മുസക്കറായിട്ടും ആണ്, പുല്ലിംഗായിട്ടാണ്. പുല്ലിംഗാവുമ്പോൾ ബറസ്താഹെ എന്നാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇയാളെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ എങ്ങനെ വെച്ചെടുക്കുക? ബാരിഷ് ചിം ബറസ്തി ഹേ, ബാരിഷ് സോർ സേ ബറസ്തി ഹേ. എടാ, എല്ലാത്തിൻ്റെയും അവസാനം ബറസ് രഹാഹെ എന്നായതുകൊണ്ടാണ് ഞാനിവിടെ എല്ലാത്തിൻ്റെയും അവസാനം ബറസ്തി ഹേ എന്നാക്കിയത്. ബാരിഷ് എന്ന് നമ്മൾ എന്തിനെക്കുറിച്ചുള്ള? ബാരിഷിനെ കുറിച്ചുള്ളതായതുകൊണ്ട് എല്ലാറ്റിൻ്റെയും ആദ്യത്തിൽ ബാരിഷ് എന്ന് കൊടുത്തു. ബാരിഷ് ഹർ തറഫ്, ഹർസോ എന്നുള്ളതിന് പകരം ഹർ തറഫ്, എല്ലാ ഭാഗത്തും. ബാരിഷ് ഖേത്ത് മേം ബറസ്തി ഹേ, ബാരിഷ് ഖേത്ത് മേം ബറസ്തി ഹേ, ബാരിഷ് ആങ്കൻ മേം ബറസ്തി ഹേ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ വരികളൊക്കെ എഴുതിയത്, സെൻറ്റൻസ് ഉണ്ടാക്കിയത് അല്ലേ. ഇത്രക്കും സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മളൊന്നൊന്ന് മനസ്സ് വെച്ചാൽ മതി. ഒരു ചെറിയ രീതിയിലൊരു അർത്ഥം മനസ്സിലാക്കിയാൽ, അതിൻ്റെ എഴുതുന്നൊരു രൂപം മനസ്സിലാക്കിയാൽ, ആദ്യം എന്തിനെക്കുറിച്ചുള്ളതാണ്? ബാരിഷിനെ കുറിച്ച്. എല്ലാ വരികളും ബാരിഷിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ആദ്യം ബാരിഷ് 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 എന്നെഴുതി അല്ലേ. പിന്നെ എല്ലാറ്റിൻ്റെ അവസാനം ബറസ് രഹാഹെ എന്നായതുകൊണ്ട് നമുക്ക് എളുപ്പമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബറസ്തീഹ് എന്നായി. പിന്നെ നമ്മളെല്ലാറ്റിലും അവയല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷാരകളായിട്ട് എഴുതി അല്ലേ. ഇഷാരകൾ സൂചനകളായിട്ട് എഴുതി. ആ സൂചനകൾ നടുവിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായി? ബാരിഷ് റിംചിം ബറസ്തി ഹേ, ബാരിഷ് ചം ബറസ്തി ഹേ, ബാരിഷ് സോർ സേ ബറസ്തി ഹേ, ബാരിഷ് ഹർ തറഫ് ബറസ്തി ഹേ, ബാരിഷ് ഖേത്ത് മേം ബറസ്തി ഹേ, ബാരിഷ് ആങ്കൻ മേം ബറസ്തി ഹേ. എല്ലാവരും നന്നായിട്ട് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രവർത്തനം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം കേട്ടോ. അടുത്ത പ്രവർത്തനം എന്താ നോക്കട്ടെ. രംഗി ബിരംഗി ഛത്തരിയിൽ തന്നെയുള്ള
സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇത് സ്കൂളല്ലേ? കൂട്ടുകാരുടെ സ്കൂളൊക്കെ ഇതുപോലെ മനോഹരമായ സ്കൂളായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ സ്കൂളിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളതും അപ്പോൾ സ്കൂളിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ആദ്യം എഴുതുക. സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും എന്ന് എഴുതുക. എന്നിട്ട് അത് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസ് എഴുതുക. കുറേ ഒന്നും എഴുതണ്ട, കുറച്ച് സെൻറ്റൻസ് എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ സ്കൂളിൽ എന്തൊക്കെ ഉണ്ടാവും. സ്കൂളിൽ ആരൊക്കെ ഉണ്ടാവും? കുട്ടികളുണ്ടാവും, ടീച്ചറുണ്ടാവും, പിന്നെ എന്തൊക്കെയുണ്ട്? പൂന്തോട്ടമുണ്ട് അല്ലേ, ബാഗുണ്ട്, പൂന്തോട്ടമുണ്ട്, കുട്ടികളുണ്ട്, ടീച്ചറുണ്ട്, കിണറുണ്ട് അല്ലേ, വെള്ളത്തിന് കിണറല്ലേ, ഝൂല ഊഞ്ഞാലുണ്ട് അല്ലേ. ചില സ്കൂളിൽ പാർക്കൊക്കെ ഉണ്ട്, മനോഹരമായ പാർക്കുകളൊക്കെ ഉണ്ടാവും. പിന്നെ സ്കൂളിൻ്റെ മുമ്പിൽ ഗേറ്റ് ഉണ്ടാവും അല്ലേ, ഗേറ്റ്, ആങ്കൺ മുറ്റുണ്ടാവും അല്ലേ. പിന്നെയോ പിന്നെ വേണമെങ്കിൽ പിന്നെ മൈതാൻ എന്നൊക്കെ എഴുതാം അല്ലേ. ഗ്രൗണ്ട് ഉണ്ടാവും, പല സ്കൂളിലും ഗ്രൗണ്ടൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ മൈതാൻ എന്ന് കൂടി എഴുതാം, മൈതാൻ. ഇങ്ങനെ നിങ്ങൾക്ക് സ്കൂളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതാം. ഇനി ഇവിടെ ഇതിനെക്കുറിച്ച് നമ്മൾ ഇഷാരകൾ എഴുതി. അതാണിപ്പോൾ നമ്മുടെ ഇഷാരകളായിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സെൻറ്റൻസ് എഴുതേണ്ടത്. അപ്പോൾ പിന്നെ പദങ്ങൾ നമ്മൾ ആദ്യം എഴുതിയെടുത്തു, ഇവ എഴുതിയെടുത്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, യേ സ്കൂൾ ഹേ, യേ മേരാ സ്കൂൾ ഹേ, യേ മേരാ സ്കൂൾ ഹേ, ഇതെൻ്റെ സ്കൂളാണ് എന്ന് ഇവിടെ എഴുതി. ഇനി രണ്ടാമത്തെ വരി മുതൽ നമ്മൾ എഴുതണം, സ്കൂൾ മേ ഡാഷ് ഹൈ. ഹൈ എന്ന് പറഞ്ഞാൽ കുറേ ആളുണ്ടാവുമ്പോഴാണ് ഹൈ എന്ന് എഴുതുക കേട്ടോ. ഹൈ എന്ന് പറഞ്ഞാൽ കുറേ ആളുണ്ടെങ്കിലാണ് ഹൈ എന്ന് എഴുതുക. അപ്പോൾ ബച്ചേ എന്ന് എഴുതാം അവിടെ. സ്കൂൾ മേ ബച്ചേ ഹേ, സ്കൂൾ മേ ബച്ചേ ഹേ, സ്കൂളിൽ എന്തുണ്ട്? കുട്ടികളുണ്ട്. ബച്ചേ ഡാഷ് മേ ഖേൽത്തേ ഹേ, ബച്ചേ മൈതാൻ മേ ഖേൽത്തേ ഹേ, ബച്ചേ മൈതാൻ മേ ഖേൽത്തേ ഹേ, കുട്ടികൾ സ്കൂളിലെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആംഗൻ മേ ഡാഷ് ഹേ, ആംഗൻ മേ ഡാഷ് ഹേ. തൽക്കാലം നമുക്ക് ടീച്ചർ അവിടെ അല്ലേ, സ്കൂളിൻ്റെ മുറ്റത്ത് ടീച്ചറുണ്ട്. സ്കൂൾ കെ ആംഗൻ മേ ഡാഷ് ഹേ, സ്കൂളിൻ്റെ മുറ്റത്ത് എന്തുണ്ട്? കിണറുണ്ട് അല്ലേ, കിണറുണ്ട്. സ്കൂൾ കെ സാമിനെ ഡാഷ് ഹേ, സ്കൂൾ കെ സാമിനെ എന്തുണ്ട്? സ്കൂളിൻ്റെ മുമ്പിൽ ഗേറ്റ് ഉണ്ട് അല്ലേ. സ്കൂൾ മേം ഡാഷ് ബി ഹേ, സ്കൂൾ മേം ബാഗ് ബി ഹേ അല്ലേ, സ്കൂൾ മേ ബാഗ് ബി ഹേ. ഇതേ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് സെൻറ്റൻസ് എഴുതാം. യേ സ്കൂൾ ഹേ, ഇത് സ്കൂളാണ്. യേ മേരാ സ്കൂൾ ഹേ, ഇത് എൻ്റെ സ്കൂളാണ്. സ്കൂൾ മേ ബച്ചേ ഹേ, സ്കൂളിൽ കുട്ടികളുണ്ട്. ബച്ചേ മൈതാൻ മേ ഖേൽത്തേ ഹേ, കുട്ടികൾ മൈതാനത്ത് കളിക്കുകയാണ്. ആങ്കൻ മേ ടീച്ചർ ഹേ, ഗ്രൗണ്ടിൽ അല്ല, ആങ്കൻ എന്ന് പറഞ്ഞാൽ മുറ്റത്തിലെ, മുറ്റത്ത് ടീച്ചറുണ്ട്. സ്കൂൾ കെ ആങ്കൻ മേ കുവാ ഹേ, സ്കൂളിൻ്റെ മുറ്റത്ത് എന്തുണ്ട്? കിണറുണ്ട്. സ്കൂൾ കെ സാമനെ ഗേറ്റ് ഹേ, സ്കൂളിൻ്റെ മുമ്പിൽ ഗേറ്റ് ഉണ്ട്. സ്കൂൾ മേ ബാഗ് ബി ഹേ, സ്കൂളിൽ പൂന്തോട്ടവുമുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളിനെ കുറിച്ച് സിമ്പിളായിട്ട് ഒരുപാട് സെൻറ്റൻസുകൾ എഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എവിടെ എത്തി? ഓക്കെ, നമ്മൾ രംഗ് ബിരംഗി ഛത്തരി എന്നതിലെ പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ് ഖേലേം കൂതെ എന്ന പാഠവുമായി ബന്ധപ്പെട്ടതാണ്. അതിലുള്ള പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ അത് അറിയിക്കുന്നതാണ്. ഓക്കെ, ശുക്രിയ, ഖുദാ ഹഫീസ്.